ബോസ് ഒക്കെ കഴിഞ്ഞല്ലോ, സന്തോഷം. നടക്കട്ടെ. അല്ല ഫൈനലിലേക്ക് ആവാറായി. കാണാറുണ്ട് ഇപ്പോ? ഇല്ല, ഞാൻ അങ്ങനെ എപ്പിസോഡുകൾ കാണാറുണ്ട്, അല്ല ലൈവ് അങ്ങനെ വേറെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്ഡേറ്റഡ് ആണ്. ജാസ്മിനൊക്കെ ഭയങ്കര സപ്പോർട്ടാലോ. നല്ല കാര്യം, ആൾക്കാർ തിരിച്ചറിയട്ടെ. ജാസ്മിന്റെ സന്തോഷം, നല്ല സന്തോഷം. ബിഗ് ബോസിൽ എപ്പോഴായിരിക്കും പോവാ? അത് കൺഫേം ആയിട്ടുള്ള ഈ ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും, അടുത്ത ആഴ്ച ആയിരിക്കും മിക്കവാറും പോകുന്നത്. ഈ അടുത്തൂടെ ജാസ്മിൻ ഗബ്രീനെ കുറിച്ചിട്ട് ജാസ്മിൻ പിന്നെ പരാമർശിക്കുകയുണ്ടായി. ഭയങ്കര ഇപ്പോഴും കണ്ടില്ല, ഭയങ്കര സ്നേഹമുണ്ട് ഇപ്പോഴും. ആണോ? നല്ല കാര്യം. എനിക്കും സന്തോഷം. ബിഗ് ബോസിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നല്ല ഗെയിമായിട്ട് കളിക്കുന്ന ഞാൻ കാണാറില്ല. എന്നാൽ വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരെ കുറിച്ചും. എല്ലാവരും നന്നായിട്ട് കളിക്കുന്നു. നല്ല രസമുണ്ട്, നല്ല പടമാണ്. കുറെ എന്റർടൈൻ ചെയ്ത് കാണാൻ പറ്റും, നല്ല ചിരിച്ച് ആസ്വദിച്ച് കാണാൻ പറ്റിയ പടമാണ്. തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്ന പടമാണ്. നല്ല പരിപാടിയാണ്. ഓക്കെ, ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിന്റെ ചരിത്രത്തില് ഇത്രയും ഫാൻസ് ഉള്ളൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് പിന്നെ എന്നെക്കാളും ഫാൻസ് ഉള്ള ഇഷ്ടംപോലെ ഫാൻസ് ഉദ്ദേശിച്ചത് അങ്ങനെയൊന്നുമില്ല. നമ്മളെക്കാളും ഇഷ്ടമുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പല പല സീസണുകളിൽ എത്ര അടിപൊളി ആൾക്കാർ വന്നാണ്. അതിലൊന്നും കാര്യമില്ല. അപ്പൊ പോകട്ടെ, പഠിക്കട്ടെ. അതെനിക്ക് അറിഞ്ഞൂടാ. അത് ഗെയിം അതിന്റെ അകത്ത് നടക്കണത്. ഞാൻ ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒന്നും കാണാറില്ല, ഇടയ്ക്ക് കാണാറുണ്ട്. എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ളത് പറയാം. ഓക്കെ, പോണ്ട്. ജാസ്മിന് പോകാൻ നേരത്ത് ജാസ്മിൻ ആദ്യം പറയാം. അതൊക്കെ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഒരു കാര്യം, റോക്കി ബൈ ഫൈനലിലോട് വരുന്നതോട് യോജിപ്പുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ വരണുണ്ടോന്നുള്ളത്. വരട്ടെ, നല്ല കാര്യം. എല്ലാവരും വീടിന്റെ ഭാഗം തന്നെ ആയിട്ടുള്ള ആൾക്കാരല്ലേ, വരട്ടെ. ഷൈന ഞാൻ കണ്ടായിരുന്നു. അതെല്ലാം അവന്റെ പ്ലാനാണ്. അപ്പൊ അവനോട് ചോദിക്കണായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഇല്ല, അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും ഗെയിം കളിക്കാം. ഇന്ന രീതിയിൽ കളിച്ചോളണമെന്നൊന്നും നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളിക്കാം. ഓക്കെ. പിന്നെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നല്ല വിശേഷം. നല്ല കോമഡി എന്റർടൈനർ ആണ്. എനിക്ക് ഓബിയസ്ലി ഷെയ്ൻ തന്നെയാണ്. ഷെയ്ൻ ഇസ് എ ബ്രില്യന്റ് പെർഫോമർ. അപ്പൊ അത് എക്സ്പെക്ടഡ് ആണ്. അത് നല്ല രസമായിട്ട് വർക്കായിരുന്നു. പിന്നെ അപ്പൻ മോൻ നമ്മുടെ ബാബുരാജനും ഷെയ്നുമായിട്ടുള്ള ഒരു പരിപാടി സൂപ്പറായിട്ട് വർക്കായിരുന്നു. കുറെ നാൾക്ക് ശേഷമാണ് ഒരു പ്രായമായിട്ടുള്ള ഒരു നമ്മളോട് പക്ക റൊമാൻറ്റിക് സാധനം കാണുന്നത്. അത് നല്ല രസമായിട്ട് വർക്കായിട്ടുണ്ട്. പടം നല്ല രസമുണ്ട്.